സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ കമ്പ്യൂട്ടറിൽ എങ്ങനെ ഉറുദു ടൈപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. നമ്മൾ ആദ്യമായി ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്ത കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുക. മുകളിലെ EN എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത ഭാഷകൾ കാണാവുന്നതാണ്. ഈ കമ്പ്യൂട്ടറിൽ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഭാഷകളുടെ കീബോർഡ് ലേഔട്ടുകൾ ലഭ്യമാണ്. ഇതിൽ പുതുതായിട്ട് ഭാഷാ കീബോർഡ് ചേർക്കണമെങ്കിൽ ഇതിലെ ടെക്സ്റ്റ് എൻട്രി സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന വിൻഡോയിൽ ഇൻപുട്ട് സോഴ്സ് എന്നതിൽ ഇവിടെ പ്ലസ് എന്നുള്ള ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പുതിയ വിൻഡോ കിട്ടും. ഇവിടെ മോർ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഭാഷ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതർ എന്ന് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഈ അതറിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഇവിടെ ടൈപ്പ് ചെയ്ത ഭാഷ ലഭ്യമാവുന്നതാണ്. ധാരാളം ഉറുദു കീബോർഡ് ലേഔട്ടുകൾ നമ്മുടെ ഉബുണ്ടുവിൽ ലഭ്യമാണ്. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഉറുദു ഫോണിറ്റിക് കീബോർഡാണ്. ഇത് സെലക്ട് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ കമ്പ്യൂട്ടറിലും ഉറുദു കീബോർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ഉബുണ്ടുവിൽ ഉറുദു കീബോർഡ്. ഇനി നമുക്ക് യഥേഷ്ടം എല്ലാ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലും ഉറുദു ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഉറുദു ടൈപ്പ് ചെയ്യുന്നതിന് ആപ്ലിക്കേഷനിലെ ഓഫീസിലെ റൈറ്റർ, ലിബർ ഓഫീസ് റൈറ്റർ എടുത്ത് ഉറുദു ടൈപ്പ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ലിബർ ഓഫീസ് റൈറ്റർ തുറന്നു വന്നുള്ള ജാലകമാണ് ഇത്. ഇവിടെ തുറന്നു വരുമ്പോൾ ഇതിൻ്റെ കഴ്സർ ലെഫ്റ്റ് ഭാഗത്താണുള്ളത്. ഉറുദു ഒരു വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതുന്ന ഭാഷ ആയതുകൊണ്ട് ഇതിന്റെ കഴ്സർ നമ്മൾ വലതുവശത്തേക്ക് ആക്കി മാറ്റേണ്ടതുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അലൈൻമെന്റ് മാത്രം മാറ്റിയാൽ പോരാ. ഇവിടെ നമ്മുടെ കഴ്സർ അലൈൻമെന്റ് വെച്ചിട്ടല്ലോ മാറ്റേണ്ടത്. ഇവിടെ മറ്റൊരു ബട്ടൺ ലഭ്യമാണ്. അപ്പോൾ ഞാനിവിടെ ഈ വിൻഡോയിൽ മുകൾ ഭാഗത്ത് രണ്ട് ബട്ടണുകളുണ്ട്. ഇത് ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ്, ഈ രണ്ട് ബട്ടണുകൾ ഉപയോഗിച്ചാണ് നമ്മൾ മറ്റ് വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതുന്ന ഭാഷകളൊക്കെ മാറ്റുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ റൈറ്റ് ടു ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. അതോടുകൂടി നമ്മുടെ കഴ്സർ വലത് വശത്തേക്ക് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ അലൈൻമെന്റ് ഓട്ടോമാറ്റിക്കലി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉറുദു ടൈപ്പ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ മുകളിൽ EN എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ഉറുദു ഇവിടെ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണ് ഉറുദു സെലക്ട് ചെയ്യുക. ഇത് നമുക്ക് കീബോർഡ് ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ കീബോർഡിൽ താഴെ സ്പേസ് ബാർ ഉള്ളതിന് തൊട്ടടുത്തായിട്ട് 4 ചതുരമുള്ള വിൻഡോസ് കീ ഉണ്ട്. ഈ വിൻഡോസ് കീ അമർത്തിപ്പിടിച്ച് സ്പേസ് ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്യുന്നതോട് കൂടി നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏത് ഭാഷയാണ് കീബോർഡ് ആക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഉള്ള വിൻഡോ ലഭിക്കും. ഏതിലാണോ നമ്മൾ ഈ വിൻഡോസ് കീ പ്രസ് അമർത്തുന്നത് നിർത്തുന്നത് ആ ഭാഷയായിരിക്കും പിന്നീട് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് വിട്ടപ്പോൾ മുകളിൽ ഇംഗ്ലീഷ് വന്നിട്ടുണ്ട്. ഇനി വീണ്ടും വിൻഡോസ് കീ പ്രസ് ചെയ്തിട്ട് സ്പേസ് ബാർ അമർത്തുകയാണ്. അപ്പോൾ നമ്മൾ ഉറുദു ആയി. അപ്പോൾ ഞാൻ ഉറുദു വിട്ടു. അപ്പോൾ ഉറുദു ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉറുദു ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ആവാസ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ അക്ഷരവും ടൈപ്പ് ചെയ്യേണ്ട ഒരു ചാർട്ട് ലഭ്യമാണ്. ഈ ചാർട്ടിന്റെ PDF നമ്മുടെ ഗ്രൂപ്പിൽ ലഭ്യമാക്കുന്നതാണ്. ഒപ്പം തന്നെ ഈ ഭാഷ മാറ്റുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കീബോർഡ് ലേഔട്ട് ചാർട്ട് സെലക്ട് ചെയ്താൽ നമുക്ക് ഒരു വിൻഡോ ലഭിക്കും. അതിൽ ഏതൊക്കെ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടെന്നുള്ള കീബോർഡിന്റെ ലേഔട്ടും ലഭ്യമാണ്. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ഇത് സെലക്ട് ചെയ്ത് ഇത് വലിയ സൈസ് ഒന്ന് മാറ്റുകയാണ്. ഞാൻ 48 സൈസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഉറുദുവിന്റെ ഫോണ്ട്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫോണ്ട് ലഭ്യമായിട്ടില്ല. ഫോണ്ട് ലഭ്യമാകാൻ വേണ്ടി ഇത് സെലക്ട് ചെയ്തിട്ട് ഫോണ്ട് നെയിം നമ്മൾ ജമീൽ നൂരി ആയിട്ട് സെലക്ട് ചെയ്യുക. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതാണെങ്കിൽ മുകളിൽ തന്നെ ജമീൽ നൂരി ഉണ്ടാകും. അതല്ലെങ്കിൽ ഈ ടെക്സ്റ്റ് ബോക്സിലെ ഫോണ്ടുകൾ ആൽഫബറ്റിക് ഓർഡറിലാണ് ഉള്ളത്. അതിൽ നിന്ന് ജമീൽ നൂരി സെലക്ട് ചെയ്യാവുന്നതാണ്. അതോടുകൂടി നമുക്കിവിടെ നല്ല ഭംഗിയുള്ള ജമീൽ നൂരി ഫോണ്ടോട് കൂടി ഉറുദു ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ചില കമ്പ്യൂട്ടറിൽ ജമീൽ നൂരി ഫോണ്ട് ലഭ്യമാവുന്നുണ്ടാവില്ല. അത്
വളരെ എളുപ്പത്തിൽ നമുക്ക് ജമീൽ നൂരി ഫോണ്ട് ലഭ്യമാക്കുന്നതാണ്. ജമീൽ നൂരി ഫോണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ലഭ്യമാകുന്നതിന് ഇന്റർനെറ്റ് കണക്ഷനോട് കൂടിയ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും വെബ് ബ്രൗസറുകൾ തിരഞ്ഞെടുത്ത് ഉറുദു ഫോണ്ട് ജമീൽ നൂരി എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചാൽ ജമീൽ നൂരി നസ്തലീക്ക് ഫോണ്ട് ലഭ്യമാവുന്നതാണ്. ഇത് ഡൗൺലോഡ് ഫ്രീ ജമീൽ നൂരി നസ്തലീക്ക് ഫോണ്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് സിപ്പ് ഫയൽ എന്ന് പറഞ്ഞ ഒരു ലിങ്ക് കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഈ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യുക. ആ വിൻഡോയിൽ ഓക്കെ കൊടുക്കുക. ശേഷം പ്ലേസിലെ ഡൗൺലോഡ്സ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത സിപ്പ് ഫയൽ നമ്മളെ ഡൗൺലോഡ് ഫോൾഡറിൽ ഉണ്ടാവും. ഈ സിപ്പ് ഫയലിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എക്സ്ട്രാക്റ്റ് ഹിയർ എന്ന് കൊടുക്കുക. അത് കൊടുക്കുന്നതോടുകൂടി അതേ പേരിലൊരു ഫോൾഡർ നമ്മളെ കമ്പ്യൂട്ടറിൽ സൃഷ്ടിക്കപ്പെടും. ഇതാണ് ആ ഫോൾഡർ, ജമീൽ നൂരി നസ്തലീക്ക് കശീദ ഫോണ്ട് എന്ന പേരിൽ. ഈ 2 ഫയലുകൾ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ് അടുത്ത സ്റ്റെപ്പ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് തുറന്നു വരും. ഇതിൽ ഇവിടെ ഇൻസ്റ്റാൾ എന്ന് കാണും. ഈ ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ആകും. അത് ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടതിന് ശേഷം ക്ലോസ് ചെയ്യുക. ഇൻസ്റ്റാൾഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഇൻസ്റ്റാൾഡ് എന്ന് എഴുതി കാണിക്കുക. അതുപോലെ ഈ ഫയലും ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു വരുമ്പോൾ ഇൻസ്റ്റാൾ കൊടുക്കുക. ഇത് നിലവിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി നമ്മളെ കമ്പ്യൂട്ടറിലേക്ക് ജമീൽ നൂരി നസ്തലീക്ക് ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രവൃത്തി കൂടി അവസാനിച്ചിരിക്കുന്നു. വളരെ എളുപ്പത്തിൽ ഈ ജമീൽ നൂരി നസ്തലീക്ക് ഫോണ്ട് നമ്മളെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.